ക്ലാസ് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമസ്കാരം, വെൽക്കം ടു രസതന്ത്ര അക്കാഡമി വിത്ത് കെമിസ്ട്രി ഇൻ ഡീറ്റെയിൽ. മൈസെൽഫ് ആനി സ്മിത. ഇന്ന് നമ്മൾ സർഫസ് കെമിസ്ട്രി എന്ന യൂണിറ്റിലെ മെക്കാനിസം ഓഫ് അഡ്സോർപ്ഷൻ ആൻഡ് ടൈപ്സ് ഓഫ് അഡ്സോർപ്ഷൻ, ഈ രണ്ട് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് മെക്കാനിസം ഓഫ് അഡ്സോർപ്ഷൻ എന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. എന്തുകൊണ്ടായിരിക്കും ഈ അഡ്സോർപ്ഷൻ നടക്കുന്നത്? അഡ്സോർപ്ഷൻ നടക്കുന്നത് ഒരു അഡ്സോർബൻറ്റിൻ്റെ സർഫസിലാണ്, അല്ലേ? ഈ അഡ്സോർബൻറ്റ് സർഫസിൽ ഇങ്ങനെ ഒരു പ്രതിഭാസം നടക്കാൻ എന്തായിരിക്കും കാരണം? നമ്മൾ കഴിഞ്ഞ വർഷം സർഫസ് ടെൻഷനെ കുറിച്ച് പഠിച്ചത് ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്. ലിക്വിഡ്സിലാണ് നമ്മൾ സർഫസ് ടെൻഷനെ കുറിച്ച് പഠിച്ചത്. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത റീസൺ തന്നെയാണ് ഇവിടെയും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബൾക്കിലുള്ള മോളിക്യൂൾസിൻ്റെ സെയിം എൻവയൺമെൻറ്റിലല്ല സർഫസിലുള്ള മോളിക്യൂൾസ് നിലകൊള്ളുന്നത്. ഇപ്പോൾ സർഫസ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ ആണല്ലോ. ആ ടോപ്പ് മോസ്റ്റ് ലെയറിലുള്ള മോളിക്യൂൾസിന് മുകളിൽ നിന്നും അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറെ ഒരു ലെയർ ഇല്ല. ഓക്കെ. അതേസമയം ബൾക്കിലുള്ള മോളിക്യൂൾസ് അങ്ങനെയല്ല. ദേ ആർ അട്രാക്റ്റഡ് ബൈ അതർ മോളിക്യൂൾസ് ഇൻ ഓൾ ഡയറക്ഷൻസ്. എല്ലാ ഡയറക്ഷൻസിൽ നിന്നും മോളിക്യൂൾസ് ബൾക്കിലുള്ള മോളിക്യൂൾസിനെ എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അവർ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലേ? ഈ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണല്ലോ മോളിക്യൂൾസിനെ ഒരുമിച്ച് നിർത്തുന്നത് ഏതൊരവസ്ഥയിലും. സോളിഡ് ആണെങ്കിൽ സോളിഡിൽ, ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡിൽ, ഗ്യാസ് ആണെങ്കിൽ ഗ്യാസിൽ. അപ്പോൾ സോളിഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഹയസ്റ്റ് ആണ്, അല്ലേ? 3 സ്റ്റേറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ ഹയസ്റ്റ് സോളിഡ്സിലാണ്. നമ്മളിപ്പോൾ സോളിഡ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു സോളിഡിൻ്റെ ഉള്ളിലുള്ള ഒരു മോളിക്യൂളിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള എല്ലാ മോളിക്യൂൾസിനെയും അത് ബാധിക്കും. അപ്പോൾ സർഫസിലുള്ള മോളിക്യൂൾസിന് എന്താണ് ഡിഫറൻസ്? നിങ്ങൾ ഈ ചെറിയ ഒരു ആനിമേഷൻ ശ്രദ്ധിച്ചു നോക്കും. ലൈറ്റ് ഷെയ്ഡിൽ കളർ ചെയ്തിരിക്കുന്ന ലൈറ്റ് പിങ്ക് മോളിക്യൂൾ, ബൾക്കിൻ്റെ ഉള്ളിലുള്ള മോളിക്യൂൾ എല്ലാ ഡയറക്ഷനിലും ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതേസമയം ടോപ്പ് മോസ്റ്റ് ലെയറിലുള്ള ഷെയ്ഡ് മാറ്റി വരച്ചിരിക്കുന്ന മോളിക്യൂൾ നോക്കൂ. എല്ലാ സർഫസ് മോളിക്യൂൾസിനും അത് ബാധകമാണ്. ഒരു മോളിക്യൂൾ മാത്രം സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് മാത്രം. ബൾക്കിലുള്ള മോളിക്യൂൾസ് എല്ലാ ഡയറക്ഷനിലും ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് അല്ലെങ്കിൽ പുള്ള് എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് അതെല്ലാം ബാലൻസ്ഡ് ആയി പോവും. എല്ലാ ഡയറക്ഷനിലും ഈക്വൽ ആയിട്ടുള്ള പുള്ളായതുകൊണ്ട്. അതേസമയം സർഫസിലുള്ള മോളിക്യൂൾസിന് സൈഡ് വേസ് പുള്ളുണ്ട്, ഡൗൺവേർഡ് പുള്ളുണ്ട്, പക്ഷേ അപ്വേർഡ് പുള്ള് ഇല്ല. അതുകൊണ്ട് തന്നെ അതിന് ഒരു എക്സസ് എനർജി ഉണ്ടാവും സർഫസിൽ. ആ എനർജിക്ക് പറയുന്ന പേര് റെസിഡ്യുവൽ എനർജി എന്നാണ്. അപ്പോൾ ഈ റെസിഡ്യുവൽ എനർജി അതിന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് കളയണം. അപ്പോൾ ആ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടാണ് അത് അഡ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം, അഡ്സോർപ്ഷൻ ഇസ് എസെൻഷ്യലി ആൻ എക്സോതെർമിക് പ്രോസസ്. ഗ്യാസ് മോളിക്യൂൾസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൊല്യൂഷനിലെ മോളിക്യൂൾസോ ഇനി സോളിഡ് മോളിക്യൂൾസ് തന്നെയാണ് അഡ്സോർബ് ചെയ്യപ്പെടുന്നതെങ്കിൽ എനർജി ഈസ് ഓൾവേസ് റിലീസ്ഡ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ എക്സസ് എനർജിയാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. ബോണ്ട് ഫോർമേഷൻ, വെദർ ഇറ്റ് ഇസ് ടെമ്പററി ഓർ പെർമനൻറ്റ്, ഫിസിക്കൽ ആകട്ടെ കെമിക്കൽ ആകട്ടെ, എപ്പോഴും ബോണ്ട് ഫോർമേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് റിലീസ് ഓഫ് എനർജി. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണിത്, അല്ലേ? അപ്പോൾ ഇവിടെ ഒരു തരം ബോണ്ട് ഫോർമേഷൻ ആണല്ലോ ഇത്. അഡ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു തരം ബോണ്ട് ഫോർമേഷനാണ്. അത് ടെമ്പററി ആകാം, പെർമനൻ്റ് ആവാം. അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ചതാണ് എക്സോതെർമിക് ആണ്, എനർജി റിലീസ് ചെയ്യും. മോളിക്കുലാർ ലെവലിൽ എന്തുകൊണ്ടാണ് അഡ്സോർപ്ഷൻ എക്സോതെർമിക് ആയതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ തെർമോഡൈനമിക് ആസ്പെക്റ്റും കൂടെ നോക്കാം. ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഈ ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ, ഗിബ്സ് ഹെൽംഹോൾട്ട്സ് ഇക്വേഷൻ. ഡെൽറ്റ ജി എന്താണ്? ഗിബ്സ് ഫ്രീ എനർജി, അല്ലേ? ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സ് നടക്കണമെങ്കിൽ ഡെൽറ്റ ജി എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം, ആണല്ലോ.
ഇനി ഈ ഒരു കാര്യം നോക്കൂ, ഡെൽറ്റ എസ്. എന്താണ് ഡെൽറ്റ എസ്? എൻട്രോപ്പി അഥവാ ഡിസോർഡർ അല്ലേ. ഇനി ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കേസ് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ അഡ്സോർബേറ്റ് മോളിക്യൂൾസ്. ആരാണോ അഡ്സോർബ് ചെയ്യപ്പെടുന്നത് അവരുടെ കാര്യം നമുക്ക് എടുത്തു നോക്കാം. ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അവർ ഭയങ്കര ഫ്രീ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് അല്ലേ. വൺസ് ദേ ഗെറ്റ് അഡ്സോർബ്ഡ്, അവർ അഡ്സോർബൻറ്റ് സർഫസിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എന്ത് സംഭവിക്കും? റെസ്ട്രിക്റ്റഡ് ആവും. അവർക്ക് പിന്നെ മൂവ് ചെയ്യാൻ സാധിക്കുമോ? അവരെ നമ്മളൊരു അഡ്സോർബൻറ്റ് സർഫസിൽ കൊണ്ടുവന്ന് അഡ്സോർബ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ മൂവ് ചെയ്യില്ല അല്ലേ. ദിയർ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഇസ് റെസ്ട്രിക്റ്റഡ്. അപ്പോൾ ഡിസോർഡർ എന്ത് സംഭവിച്ചു? അവരിപ്പോൾ ഒരു ഓർഡേർഡ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് വന്നു. അവർ തോന്നിയ പോലെ മൂവ് ചെയ്യുന്നില്ല, അവരവിടെ ഓർഡേർഡ് ആയിട്ട് ഇരുന്നു. അപ്പോൾ ഡിസോർഡറിന് എന്ത് സംഭവിച്ചു? ഡിസോർഡർ കുറഞ്ഞു, എൻട്രോപ്പി ഡിക്രീസ്ഡ്. എൻട്രോപ്പി കുറയുക എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എസ് ബിക്കംസ് നെഗറ്റീവ് അല്ലേ. ഡെൽറ്റ എസ് ഇസ് നെഗറ്റീവ്. അപ്പോൾ ഈ ടേം എന്താണ്? മൈനസ് ടി ഡെൽറ്റ എസ്. മൈനസ് ടി ഡെൽറ്റ എസ് എന്ന ഹോൾ ടേം എന്തായി പോകും? അത് പോസിറ്റീവ് ആകും. അത് പോസിറ്റീവ് ആയാൽ പിന്നെ ഡെൽറ്റ ജി നെഗറ്റീവ് ആകണമെങ്കിൽ പിന്നെ ഇയാളുടെ വാല്യൂ എന്താവണം? ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എന്താവണം? ഡെൽറ്റ എച്ച് ഷുഡ് ബി സഫീഷ്യൻ്റ്ലി നെഗറ്റീവ്, ഹൈ ആൻഡ് നെഗറ്റീവ്. എന്നാലാണ് ഡെൽറ്റ ജി നെഗറ്റീവ് ആവുള്ളൂ. കാരണം ഈ ഡെൽറ്റ എസ് എന്തായാലും നെഗറ്റീവാണ്. നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് ബിക്കംസ് പോസിറ്റീവ്. അപ്പോൾ ഡെൽറ്റ ജി നെഗറ്റീവ് ആകാൻ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയേ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് തെർമോഡൈനമിക്കലി സ്പോണ്ടേനിയസ് ആയിട്ടുള്ള അഡ്സോർപ്ഷൻ നടക്കാൻ ഈ പർട്ടിക്കുലർ പ്രോസസ്സ്, അഡ്സോർപ്ഷൻ എന്ന പർട്ടിക്കുലർ പ്രോസസ്സ് എക്സോതെർമിക് ആകേണ്ടത് അല്ലെങ്കിൽ ആയത്. മനസ്സിലായല്ലോ? അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് മെക്കാനിസം ഓഫ് അഡ്സോർപ്ഷൻ ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത്. ഒന്ന്, there is residual forces at the surface due to the unbalanced force of attraction experienced by the molecules at the surface. ബൾക്ക് മോളിക്യൂൾസിൽ എല്ലാ ഫോഴ്സസും ബാലൻസ്ഡ് ആണ്. സർഫസിൽ മോളിക്യൂൾസ് എക്സ്പീരിയൻസസ് അൺബാലൻസ്ഡ് ഫോഴ്സസ് അഥവാ റെസിഡ്യുവൽ എനർജി വിച്ച് ഇറ്റ് ഷുഡ് ഗിവ് അവേ ബൈ absorbing other molecules on the surface. രണ്ടാമത്തെ കാര്യം എന്താണ്? തെർമോഡൈനമിക്കലി അഡ്സോർപ്ഷൻ സ്പോണ്ടേനിയസ് ആകണമെങ്കിൽ ഡെൽറ്റ എച്ച് ഷുഡ് ബി നെഗറ്റീവ് ബിക്കോസ് ഡെൽറ്റ എസ് ഇസ് ഓൾറെഡി നെഗറ്റീവ്. ക്ലിയർ? അടുത്തത് ടൈപ്സ് ഓഫ് അഡ്സോർപ്ഷൻ. ഫിസിസ് ഓപ്ഷൻ ആൻഡ് കെമീസ് ഓപ്ഷൻ. രണ്ട് ടൈപ്പ് ഉണ്ട് അഡ്സോർപ്ഷൻ. ഫിസിസ് ഓപ്ഷൻ എന്ന് പേര് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഫിസിക്കൽ അഡ്സോർപ്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഫിസിക്കൽ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ അഡ്സോർബൻറ്റ് സർഫസും അഡ്സോർബേറ്റ് മോളിക്യൂൾസും തമ്മിലുള്ള അഡ്സോർപ്ഷൻ എന്ന പ്രോസസ്സ് ഫിസിക്കൽ ബോണ്ട്സ് അല്ലെങ്കിൽ വാണ്ടർവാൾസ് ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ മൂലം ഉണ്ടാവുന്നതാണ്. അതേസമയം കെമീസ് ഓപ്ഷൻ അല്ലെങ്കിൽ കെമിക്കൽ അഡ്സോർപ്ഷൻ നടക്കുന്നത് കെമിക്കൽ ബോണ്ട് ഫോർമേഷനിലൂടെയാണ്. അഡ്സോർബൻറ്റ് മോളിക്യൂളും അഡ്സോർബേറ്റ് മോളിക്യൂളും തമ്മിലുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ ബോണ്ട് ഫോർമേഷൻ കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ തന്നെയാണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആദ്യം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിസിക്കൽ അഡ്സോർപ്ഷൻ ഓർ ഫിസിസോർപ്ഷൻ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിസിസോർപ്ഷൻ. ഫിസിസോർപ്ഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ലാക്ക് ഓഫ് സ്പെസിഫിസിറ്റി. Lack of specificity. A given surface of an adsorbent does not show any preference for a particular gas as the van der Waals forces are universal. ഈ van der Waals forces എന്ന് പറയുന്നത് എല്ലാ മോളിക്യൂൾസും എല്ലാ ആറ്റംസിലും എല്ലാ അയോൺസിലും പ്രസൻ്റ് ആയിട്ടുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പം അതിന് ഒരു സ്പെസിഫിസിറ്റി ഇല്ല. ഇന്ന അഡ്സോർബൻറ്റ് ഇന്ന അഡ്സോർബേറ്റിനെ മാത്രമേ അട്രാക്റ്റ് ചെയ്യുള്ളൂ എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം അതിനാണ് ലാക്ക് ഓഫ് സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത്.
Nature of adsorbate. The amount of gas adsorbed by a solid depends on the nature of the gas. In general, easily liquefiable gases with higher critical temperatures are readily adsorbed as van der Waals forces are stronger near the critical temperatures. ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഓരോ ഗ്യാസിനും ഓരോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണ് അല്ലേ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്താണ്? ഗ്യാസ് ലിക്വിഫൈ ചെയ്യുന്ന ടെമ്പറേച്ചർ. അപ്പോൾ ആ ടെമ്പറേച്ചറിൽ വാൻ ഡർ വാൾസ് ഫോഴ്സസ് സ്ട്രോങ്ങർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഹൈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറുള്ള ഗ്യാസസ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യപ്പെടും. അതാണ് ഇവിടെ നേച്ചർ ഓഫ് അബ്സോർബേറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയത്, ഒരു 3-4 ഗ്യാസസ് നമുക്ക് തരും, അവരുടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചേഴ്സും തരും. എന്നിട്ട് ഇതിൽ ഈസിലി ലിക്വിഫൈ ചെയ്യപ്പെടുന്ന ഗ്യാസ് ഏതാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇതിൽ ലിക്വിഫൈ ചെയ്യുന്ന ഓർഡർ, റെഡിലി ലിക്വിഫൈ ചെയ്യുന്ന ഗ്യാസസിൻ്റെ ഓർഡർ എഴുതാനൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോൾ നമ്മൾ അറിയേണ്ടത് ഇതാണ്, ഏറ്റവും ഹൈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഉള്ള ആളായിരിക്കും ഏറ്റവും പെട്ടെന്ന് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത്രയും അറിഞ്ഞാൽ മതി. ഇനി മൂന്നാമത്തെ പോയിന്റ്, റിവേഴ്സിബിൾ നേച്ചർ. ഫിസിക്സ് ഓപ്ഷൻ റിവേഴ്സിബിൾ ആണെന്നാണ് പറയുന്നത്. അതായത് അബ്സോർബ് ചെയ്യപ്പെട്ടത് പിന്നെ ഡീസോർബ് ചെയ്യപ്പെടാം. മനസ്സിലായല്ലോ? ലേ ഷാറ്റ്ലിയസ് പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ ലേ ഷാറ്റ്ലിയസ് പ്രിൻസിപ്പിൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക്, റിവേഴ്സിബിൾ ആയതുകൊണ്ട്, റിവേഴ്സിബിൾ നേച്ചർ ആയതുകൊണ്ട്. പ്രഷർ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ കൂടും. കാരണം എന്താണ്? ഗ്യാസിൻ്റെ വോളിയം കുറയുന്നത് കൊണ്ട് ഗ്യാസിൻ്റെ വോളിയം കൂട്ടണമെങ്കിൽ അബ്സോർപ്ഷൻ നടക്കണം. ഇനി അബ്സോർപ്ഷൻ എക്സോതെർമിക് പ്രോസസ്സാണ്. എക്സോതെർമിക് പ്രോസസ്സ് ആകുമ്പോൾ ഫിസിക്സ് ഓപ്ഷൻ നടക്കുന്നത് ലോ ടെമ്പറേച്ചറിൽ ആയിരിക്കും. ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ പിന്നെ അബ്സോർബ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഓവറോൾ ടെമ്പറേച്ചർ കൂടുകയല്ലേ ചെയ്യാം. അപ്പോൾ ടെമ്പറേച്ചർ ഒരു ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിസ്റ്റം എന്താണ് ശ്രമിക്കുക? എന്താണോ ചേഞ്ച് വന്നത് ആ ചേഞ്ചിനെ ഇല്ലാണ്ടാക്കുകയല്ലേ ചെയ്യാം. അപ്പോൾ ഇവിടെ ഫിസിക്സ് ഓപ്ഷൻ ലോ ടെമ്പറേച്ചറിലാണ് നടക്കുന്നത്. ഇനി സർഫസ് ഏരിയ ഓഫ് അബ്സോർബൻറ്റ്. സർഫസ് ഏരിയ, അബ്സോർബൻറ്റിൻ്റെ സർഫസ് ഏരിയ കൂടുന്നതനുസരിച്ച് അബ്സോർപ്ഷൻ്റെ റേറ്റും കൂടും. ഫൈൻലി ഡിവൈഡഡ് മെറ്റൽസ് ആൻഡ് പോറസ് സബ്സ്റ്റൻസസ് ഹാവ് ലാർജർ സർഫസ് ഏരിയാസ് ആർ ഗുഡ് അബ്സോർബൻസ്. അപ്പോൾ ഫൈൻലി ഡിവൈഡഡ് ആയിട്ടുള്ള അവസ്ഥയിൽ, നല്ല പൊടിഞ്ഞ അവസ്ഥയിൽ സർഫസ് ഏരിയ കൂടുതലുള്ള അല്ലെങ്കിൽ പോറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഗുഡ് അബ്സോർബൻസ് ആണെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി അഞ്ചാമത്തെ പോയിന്റ്, എൻതാൽപ്പി ഓഫ് അബ്സോർപ്ഷൻ. അബ്സോർപ്ഷനിൽ റിലീസ് ചെയ്യുന്ന എനർജിയെ കുറിച്ചാണ് പറയുന്നത്. ഫിസിക്സ് ഓപ്ഷനും എക്സോതെർമിക് ആണ്, കെമീസ് ഓപ്ഷനും എക്സോതെർമിക് ആണെന്ന് പറഞ്ഞു. ഫിസിക്സ് ഓപ്ഷനിൽ റിലീസ് ചെയ്യപ്പെടുന്ന എനർജി 20 to 40 kilojoules per mole ആണ്. കാരണം എന്താണ്? വാൻ ഡർ വാൾസ് ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ മാത്രമാണ് ഇവിടെ അബ്സോർബൻറ്റും അബ്സോർബേറ്റും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്. അപ്പം അതുകൊണ്ട് തന്നെ റിലീസ് ചെയ്യുന്ന എനർജി വളരെ കുറവാണ്, 20 to 40 kilojoules per mole. അപ്പോൾ ഇതൊക്കെയാണ് ഫിസിക്സ് ഓപ്ഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ലാക്ക് ഓഫ് സ്പെസിഫിസിറ്റി, നേച്ചർ ഓഫ് അബ്സോർബേറ്റ്, റിവേഴ്സിബിൾ നേച്ചർ, സർഫസ് ഏരിയ ഓഫ് അബ്സോർബൻറ്റ്, എൻതാൽപ്പി ഓഫ് അബ്സോർപ്ഷൻ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾ എഴുതണമെന്നില്ല. മനസ്സിലായ കാര്യം നിങ്ങളുടെ ഓൺ വേർഡ്സിൽ നോട്ടാക്കിയിട്ട് എഴുതിയാൽ മതി. കുറച്ചും കൂടെ ബ്രീഫായിട്ട് ടീച്ചർ പിന്നീട് തരാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കെമീസ് ഓപ്ഷൻ. ഹൈ സ്പെസിഫിസിറ്റി. നേരത്തെ ലാക്ക് ഓഫ് സ്പെസിഫിസിറ്റി ആയിരുന്നു, ഇവിടെ ഹൈ സ്പെസിഫിസിറ്റി. കാരണം എന്താണ്? ഇത് കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ ആണ്. തോന്നിയ ആൾക്കാരുമായിട്ടൊന്നും കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യില്ല. ഹൈലി സ്പെസിഫിക് ആണ്. ഒരു പർട്ടിക്കുലർ അബ്സോർബേറ്റ് ഒരു പർട്ടിക്കുലർ അബ്സോർബൻറ്റ് മാത്രമായിട്ടാണ് കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇനി ഇറിവേഴ്സിബിലിറ്റി. ഇറിവേഴ്സിബിൾ ആണ്. ഫിസിക്സ് ഓപ്ഷൻ പോലെ റിവേഴ്സിബിൾ അല്ല. ഇവിടെ വൺസ് കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ച് റിവേഴ്സ് ചെയ്യപ്പെടില്ല. കെമീസ് ഓപ്ഷൻ ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. ഫിസിക്സ് ഓപ്ഷൻ
ലോ ടെമ്പറേച്ചറിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ ഇത് ഇറിവേഴ്സിബിൾ ആയതുകൊണ്ട് കെമിസോർപ്ഷൻ്റെ റേറ്റ് ടെമ്പറേച്ചർ കൂടുന്തോറും ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇൻക്രീസസ് ബൈ ഇൻക്രീസ് ഓഫ് പ്രഷർ. പ്രഷർ കൂടുമ്പോഴും കെമിസോർപ്ഷൻ ഇൻക്രീസ് ചെയ്യും. സർഫസ് ഏരിയ ഓഫ് adsorbent. When the surface area of the adsorbent increases, more gas is absorbed. Extent of adsorption increases. ഇത് രണ്ട് കേസിലും ഒരേപോലെയാണ്. സർഫസ് ഏരിയ അഡ്സോർബൻറ്റിൻ്റെ ഇൻക്രീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് അഡ്സോർപ്ഷനും ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും. ഫിസിക്കൽ അഡ്സോർപ്ഷനും കെമിക്കൽ അഡ്സോർപ്ഷനും തമ്മിലുള്ള കമ്പാരിസൺ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഫിസിസോർപ്ഷൻ or physical adsorption. Forces operating are van der Waals forces. Chemical adsorption, forces operating are chemical bonds, can be ionic or covalent. Heat of adsorption is low for physical adsorption, 20 to 40 kilojoules per mole. ഇവിടെ ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ആണ്, ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, അഡ്സോർപ്ഷൻ ആണ്. Heat of adsorption are high, about 40 to 400 kilojoules per mole. Third point, the process is reversible. Chemical adsorption is irreversible. Fourth point, does not require any activation energy. Physical adsorption activation energy വേണ്ട, chemical adsorption activation energy വേണം. Fifth point, takes place at low temperature and decreases with increase in temperature. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് റിവേഴ്സിബിൾ പ്രോസസ്സ് ആയതുകൊണ്ട് ലോ ടെമ്പറേച്ചർ ആണ് ഫിസിസോർപ്ഷൻ ഫേവർ ചെയ്യുന്നത്. അതേസമയം കെമിക്കൽ അഡ്സോർപ്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. സിക്സ്ത് പോയിന്റ്, ഇറ്റ് ഇസ് നോട്ട് സ്പെസിഫിക് ഇൻ നേച്ചർ. All gases get adsorbed on all solids to same extent. സ്പെസിഫിക് അല്ല, എല്ലാ അഡ്സോർബൻസും എല്ലാ അഡ്സോർബേറ്റിനെയും സെയിം എക്സ്റ്റെൻറ്റിൽ അഡ്സോർബ് ചെയ്യും. സിക്സ്ത് പോയിന്റ്, ഇറ്റ് ഈസ് ഹൈലി സ്പെസിഫിക് ഇൻ നേച്ചർ, occurs only by the possibility of formation of chemical bond. അപ്പോൾ കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ്റെ പോസിബിലിറ്റി ഉള്ളിടത്ത് മാത്രമാണ് കെമിക്കൽ അഡ്സോർപ്ഷൻ നടക്കുന്നത്. സെവൻത്ത് പോയിന്റ്, ഇറ്റ് ഇൻക്രീസസ് വിത്ത് ദി ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ഓഫ് ദി അഡ്സോർബൻറ്റ്. അത് കെമിക്കൽ അഡ്സോർപ്ഷനും ബാധകമാണ്. ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ദി സർഫസ് ഏരിയ ഓഫ് ദി അഡ്സോർബൻറ്റ്. ഇനി എയ്ത്ത് പോയിന്റ്, ഇറ്റ് ഫോംസ് മൾട്ടി മോളിക്കുലാർ ലെയർ. ഫിസിക്കൽ അഡ്സോർപ്ഷൻ എന്താണ്? വാൻ ഡർ വാൾസ് ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പോൾ അത് മീതയ്ക്ക് മീതെ അട്രാക്ഷൻ നടക്കും, അക്യുമുലേഷൻ നടക്കും, അതുകൊണ്ട് മൾട്ടി ലെയർ ഫോം ചെയ്യും. അതേസമയം കെമിക്കൽ അഡ്സോർപ്ഷൻ സ്പെസിഫിക് ആണല്ലോ, ഒരു അഡ്സോർബൻറ്റിൻ്റെ ലെയറും ഒരു അഡ്സോർബേറ്റ് ലെയറും തമ്മിൽ മാത്രമാണ് കെമിക്കൽ അഡ്സോർപ്ഷൻ നടക്കുന്നത്. സോ ഇറ്റ് ഫോംസ് ഓൺലി എ യൂണിമോളിക്കുലാർ ലെയർ. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇപ്പോൾ മെക്കാനിസം ഓഫ് അഡ്സോർപ്ഷൻ, ടൈപ്സ് ഓഫ് അഡ്സോർപ്ഷൻ, രണ്ട് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. തറവായിട്ട് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ അഡ്സോർപ്ഷൻ ഐസോതേർം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്, പുതിയ ടോപ്പിക്കാണ്, അത് നമുക്ക് പഠിക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. Subscribe to this channel for real-time video updates.